ഹലോ, നിങ്ങൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ? ഉണ്ടെങ്കിലേ നിങ്ങൾക്കൊരു അതിഥി വന്നിട്ടുണ്ട് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ. നോക്കിയായിരുന്നോ? അതെന്താണെന്നറിയോ? South-RE എന്ന് കിടക്കുക. റൈറ്റ് എൻടൈറ്റിൽമെന്റ്. അതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു റേറ്റും കാണിക്കും. അതൊരു 7-ഓ 8-ഓ രൂപയും കാണിക്കും. ഇത് എന്തോ സാധനം? ഇതാണ് റൈറ്റ് ഇഷ്യൂ. കമ്പനികളെ ഫർദർ ഫണ്ട് കളക്ട് ചെയ്യേണ്ടി വരുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഇത്. അപ്പോൾ ഡിസ്കൗണ്ട് റേറ്റിൽ ഷെയർ ഹോൾഡേഴ്സിന് ഷെയർസ് ഓഫർ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ കേസിൽ 8 രൂപ കുറവിൽ നിങ്ങൾക്ക് ഷെയർ ഓഫർ ചെയ്യുവാണ്. 30 രൂപയാണ് മാർക്കറ്റിൽ. അങ്ങനെയാണെങ്കിൽ 8 രൂപ കുറച്ച് 22 രൂപയ്ക്ക് ഷെയർ തരുന്നു. ഈ 8 രൂപ ഡിസ്കൗണ്ട് തരണത് എങ്ങനെയാണെന്നറിയോ? അത് ഇതേ രൂപത്തിലാണ്. RE സൗത്ത് RE എന്നുള്ള പേരിൽ റൈറ്റ് എൻടൈറ്റിൽമെന്റ് തരും. അത് നിങ്ങൾക്ക് വിറ്റ് ക്യാഷാക്കി മാറ്റുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 22 രൂപ കൊടുത്ത് പുതിയ ഷെയർ വാങ്ങിക്കുകയോ ചെയ്യാം. എന്നിട്ട് മാർക്കറ്റിൽ 30 രൂപയോ 33 രൂപയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് വിറ്റ് ക്യാഷാക്കി മാറ്റാം, അല്ലെങ്കിൽ ലോങ് ടേം ഹോൾഡ് ചെയ്യാം. അപ്പൊ മനസ്സിലായോ ഇതിനുള്ള ഉപകാരം എന്താന്ന്? ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നതിന്റെ ഡേറ്റുകളാണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇഷ്യൂ സ്റ്റാർട്ടിങ് ഓൺ 6th March 2024. അതായത് ഞാൻ വീഡിയോ പിടിക്കുന്നത് 6th മാർച്ചിനാണ്. അപ്പൊ ഇന്ന് മുതൽ 20-ാം തീയതി വരെ ഇത് ഹോൾഡ് ചെയ്യാനേ പറ്റുള്ളൂ. അതിനുള്ളിൽ ബാലൻസ് ആ എമൗണ്ട് 22 റുപ്പീസ് ട്രാൻസ്ഫർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഷെയർ റൈറ്റ് ഇഷ്യൂ സ്വന്തമാക്കാനായിട്ട്. അതിനിടയ്ക്ക് ഒരു ഡേറ്റ് ഉണ്ട് കേട്ടോ. അതെന്തുവാ? റിനൗൺസിയേഷൻ ഡേറ്റ് എന്ന് പറയും. റിനൗൺസ് ചെയ്യേണ്ട ഡേറ്റ് അത് 14th March ആണേ. 14th മാർച്ചിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്തോളണം? ഈ ഒന്നില്ലെങ്കിൽ ഷെയർ വിറ്റ്, അതായത് ഈ RE എന്ന് പറയുന്ന ഷെയർ വിറ്റിട്ട് ക്യാഷ് ആക്കി മാറ്റണം. 22 രൂപ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കേട്ടോ. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ 14th കഴിഞ്ഞോ അല്ലെങ്കിൽ ഇന്ന് മുതൽ നമുക്ക് 20-ാം തീയതി വരെ ടൈം ഉണ്ട്. അതിനുള്ളിൽ എപ്പോഴെങ്കിലും ഫണ്ട് കൊണ്ട്, അതായത് 22 രൂപ കൊടുത്തിട്ട് ഷെയർ വാങ്ങിക്കാം. അത് ഇഷ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു ലിസ്റ്റിംഗ് ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റുകളൊക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഡേറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഇത് മാർക്കറ്റിൽ വിൽക്കുകയോ അല്ലെങ്കിൽ ലോങ് ടൈം കീപ്പ് ചെയ്യുകയോ ചെയ്യാം. റൈറ്റ് ഇഷ്യൂ എന്താണെന്ന് മനസ്സിലായോ? ഇത് കോർപ്പറേറ്റ് ആക്ഷനാ. പല കമ്പനീസും ഇത് ചെയ്യാറുള്ളതാണ്. ഇത് അറിയാണ്ടിരുന്നുള്ള കുഴപ്പമെന്നറിയോ? നമ്മൾ ഈ RE എന്ന് കാണുകയും ഈ റൈറ്റ് എൻടൈറ്റിൽമെന്റ് ഒന്നും ചെയ്യാണ്ടിരിക്കുകയും ചെയ്താലേ ഈ ഇഷ്യൂ ഡേറ്റ് ഉണ്ടല്ലോ, ഇഷ്യൂ ഡേറ്റ് കഴിയുമ്പോൾ ഇതിന്റെ വാല്യൂ നള്ളായി പോവും, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ ഡിസ്കൗണ്ടിൽ കിട്ടിയിട്ടുള്ള ഈ ഒരു RE റൈറ്റ് എൻടൈറ്റിൽമെന്റ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാണ്ട് പോവും, ഒരു എമൗണ്ടും കിട്ടാണ്ട് പോവും. ഇതാകുമ്പോൾ വേണ്ടെങ്കിൽ ആ ഡേറ്റ്, റിനൗൺസിയേഷൻ ഡേറ്റ് മുമ്പ് വിറ്റ് കളയാം. വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് ഡിസ്കൗണ്ടഡ് പ്രൈസ് കൊടുത്തിട്ട് സംഗതി വാങ്ങിക്കാം. അങ്ങനെയാണ് റൈറ്റ് ഇഷ്യൂ RE എപ്പോൾ കണ്ടാലും ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിന് മിക്കവാറും മലയാളീസിന്റെ അടുത്ത് ഈ സാധനം ഉണ്ടാവും, സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരോടും ഒന്ന് പറഞ്ഞോളൂ, എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തോളൂ. ആ കൺഫ്യൂഷൻ ഒന്ന് മാറിക്കോട്ടെ അല്ലേ? താങ്ക് യു, ബൈ ബൈ.